നമസ്കാരം. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം വളരെ വിചിത്രമാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തെ ഇന്ത്യ അതിശക്തമായി എതിർത്തിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന് അംഗത്വം കൊടുക്കുന്നതിനെതിരെയും ഇന്ത്യ നിലപാടെടുത്തു. എന്നാൽ ഇസ്രായേൽ രൂപീകരിച്ച് ഏറെ വൈകാതെ ഇന്ത്യ ഇസ്രായേലിനെ അംഗീകരിച്ചു. പലപ്പോഴും ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും പരസ്യമായി തന്നെ ഇസ്രായേലിനെ എതിർത്ത് ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അനുവദിക്കാൻ വേണ്ടി നിലപാടെടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ. എന്നാൽ 1972 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക സഹായം രഹസ്യമായി ഇന്ത്യ തേടിയിരുന്നു. ഇസ്രായേൽ അത് നൽകുകയും ചെയ്തു. അന്നും പരസ്യമായി ഇന്ത്യ ഇസ്രായേലിന് എതിരായിരുന്നു. 90കൾ മുതൽ പതിയെ ഇസ്രായേലിനോടുള്ള നിലപാട് മാറി മാറി വന്നു. അങ്ങനെ ഒരേ സമയം ഇസ്രായേലിനോടും ഫലസ്തീനോടും ബന്ധം സ്ഥാപിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും കടന്നു വന്നു. 2014 മോദി അധികാരത്തിൽ വന്നതോടെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി. സഹോദര രാജ്യങ്ങളെ പോലെയാണ് ഇരു രാജ്യങ്ങളും പെരുമാറിയത്. ഇന്ത്യൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട ധാരാളം ഇൻ്റലിജൻസ് വിവരങ്ങൾ അതിനുശേഷം ഇസ്രായേലാണ് കൈമാറുന്നത്. 2017 മോദി ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി എന്ന പദവിയാണ് മോദിക്ക് കൈവന്നത്. അതുവരെയുള്ള ഒരൊറ്റ പ്രധാനമന്ത്രിമാർ പോലും രാഷ്ട്രപതിമാർ പോലും ഇസ്രായേൽ സന്ദർശിച്ചിരുന്നില്ല. മോദിയുടെ 2017 ഇസ്രായേൽ സന്ദർശനം ആ രാജ്യം ആഘോഷമാക്കി. വിമാനത്താവളത്തിൽ വന്ന് സ്വീകരിച്ച് തോളിൽ കൈയിട്ട് സഹോദരനെ പോലെയാണ് നെതന്യാഹു മോദിയെ കൈകാര്യം ചെയ്തത്. പിന്നീട് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ സൈനിക സഹകരണം പോലും സാധ്യമായി. ഒടുവിൽ ഇതാ അപ്രതീക്ഷിതമായി പശ്ചിമേഷ്യ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഇസ്രായേലിലേക്ക് മോദി വീണ്ടും സന്ദർശനത്തിന് പോകുന്നു. ലോകരാഷ്ട്രങ്ങൾ അത്ഭുതത്തോടെയാണ് ഇത് കാണുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഏതു നിമിഷവും ഇറാനെ ആക്രമിച്ചേക്കും എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് മറ്റ് രാജ്യങ്ങൾ അകലം പാലിച്ചു നിൽക്കുമ്പോൾ ഇരു രാജ്യങ്ങളോടും ബന്ധമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ഈ ഇസ്രായേൽ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കുമെന്ന് കണക്കാക്കിയിരുന്നെങ്കിലും അവ്യക്തമായ കാരണങ്ങളാൽ അത് റദ്ദാക്കപ്പെട്ടിരുന്നു. ഇതിനിടയിൽ വീണ്ടും മോദി, അതും ഈ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മോദി ഇസ്രായേലിലേക്ക് പോകുമ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ് മോദിയുടെ ഡിപ്ലോമസിയുടെ ലക്ഷ്യം. ഇന്ത്യയും ഇറാനും തമ്മിൽ കേവലം വ്യാപാര ബന്ധം മാത്രമല്ല, വളരെ തന്ത്രപരമായ പല ബന്ധങ്ങളും നിലവിലുണ്ട്. ഇറാനിൽ നിന്നും ഈ അടുത്ത കാലം വരെ ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നു. ഇറാനിലൊരു തുറമുഖത്തിൻ്റെ നിർമ്മാണം ഇന്ത്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനും ചൈനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് തന്ത്രപ്രധാനമാണ് ആ തുറമുഖ നിർമ്മാണം. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ലോകരാഷ്ട്രങ്ങളും എതിർക്കുമ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷിയായ ബ്രിട്ടൻ അവരുടെ വ്യോമത്താവളം ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ മോദി എന്തുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് പോയത് എന്ന് മാത്രമല്ല, ഇസ്രായേൽ പാർലമെൻറ്റായ കെനസെറ്റിൽ മോദിയുടെ പ്രസംഗമുണ്ട്. ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ ക്ഷണം കിട്ടുന്നത് തന്നെ ഏറെ പ്രസക്തമായ വിഷയമാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ പോലുള്ള ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ മാത്രമേ ഇസ്രായേൽ പാർലമെന്റ് പ്രസംഗിക്കാൻ അനുവദിക്കാറുള്ളൂ. ആ മഹത്തായ ക്ഷണമാണ് മോദിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ വളരെ ആവേശത്തോടു കൂടിയാണ് മോദിയുടെ സന്ദർശനത്തെ കാണുന്നതും അതേക്കുറിച്ച് പ്രതികരിച്ചതും. എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു സന്ദർശനം? പലരും പല കാരണങ്ങളാണ് പറയുന്നത്. ഈ സംഘർഷകാലത്ത് 2 ദിവസത്തേക്ക് ധൃതി പിടിച്ച് മോദി എത്തുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പലരും തേടുകയാണ്. പല തിയറികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. ഇസ്രായേലിൻ്റെ ശക്തമായ സമ്മർദ്ദം മൂലമാണ് ട്രംപ് ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ട്രംപിന് മാനസികമായി യോജിപ്പില്ല എന്നാണ് ഒരു റിപ്പോർട്ട്. എത്ര ട്രംപ് പറഞ്ഞിട്ടും ബെന്യാമിൻ നെതന്യാഹുവിന് മനസ്സിലാവുന്നില്ല. ഇക്കാര്യമൊന്ന് നെതന്യാഹുവിനെ ബോധ്യപ്പെടുത്താൻ ട്രംപ് തന്നെ പറഞ്ഞയച്ചതാണ് എന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഇറാൻ ഇസ്രായേലിനെ തണുപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി മോദിയുടെ സഹായം തേടിയതാണ്. ഒരേ സമയം ഇസ്രായേലിനോടും ഇറാനോടും ബന്ധമുള്ള രാജ്യമെന്ന നിലയിൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഒരു അയവുണ്ടാക്കാൻ ഇറാൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ്
മോദി പോകുന്നത് എന്ന് വിശ്വസിക്കുന്നവരും വിശദീകരിക്കുന്നവരുമുണ്ട്. അതേസമയം വ്യത്യസ്തമായ നയതന്ത്ര നിലപാടിലൂടെ മുമ്പോട്ട് പോകുന്ന മോദി അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൻ്റെ പേരിലുള്ള ബന്ധം വഷളാവാതിരിക്കാൻ ഇസ്രായേലിൻ്റെ സഹായം തേടാൻ ശ്രമിക്കുന്നതാണ് എന്ന തിയറിയും ചിലർ ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള ധാരണയിലായിരുന്നു. ഇക്കാര്യം ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പ്രഖ്യാപിക്കുകയും മാർച്ചിൽ ചർച്ചകൾ പൂർത്തിയാക്കി ഏപ്രിലിൽ ചരിത്രപ്രധാനമായ കരാറിൽ ഒപ്പുവയ്ക്കും എന്ന് കരുതുകയും ചെയ്തിരുന്നു. 500 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ വരുന്ന 5 വർഷം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും എന്നതിനാണ് ട്രംപ് ഹൈലൈറ്റ് ചെയ്തത്. അതേസമയം മറ്റ് രാജ്യങ്ങൾക്കില്ലാത്ത കുറഞ്ഞ നികുതി പിഴച്ചുങ്കം ഇന്ത്യക്ക് ഏർപ്പെടുത്താൻ ട്രംപ് സമ്മതിച്ചത് മറ്റു രാജ്യങ്ങളെക്കാൾ അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉണ്ടാക്കുമെന്നും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിക്കുമെന്നും മോദിയും കണക്കാക്കി. എന്നാൽ അതിനിടയിലാണ് പകരച്ചുങ്കം റദ്ദു ചെയ്തുകൊണ്ട് അമേരിക്കൻ സുപ്രീം കോടതി ഉത്തരവിറക്കുന്നത്. തുടർന്ന് 15% എല്ലാവർക്കും ബേസ് റേറ്റ് പ്രഖ്യാപിക്കുന്നു. ഉത്തരവിറങ്ങിയപ്പോൾ അത് 10%. അപ്പോൾ ഇന്ത്യക്ക് നികുതി കുറഞ്ഞെങ്കിലും മറ്റു രാജ്യങ്ങളുമായി അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഇന്ത്യയുടെ മേലോ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ മേലോ ട്രംപിന് പിഴച്ചുങ്കം ചുമത്താൻ അധികാരമില്ലാത്തതുകൊണ്ടും ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്ത് ഇങ്ങനെയൊരു കരാറിലേക്ക് പോകുന്നത് വിമർശന വിധേയമാകുന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് ചർച്ച നീക്കിവെച്ചിരിക്കുന്നു. ട്രംപ് ക്ഷുഭിതനാണ്. തന്നോട് കളിക്കാൻ ഇറങ്ങിയാൽ പാഠം പഠിപ്പിക്കും, താനാണ് പരമാധികാരി എന്ന് പറഞ്ഞ് ട്രംപ് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ചർച്ചകൾ ഏകപക്ഷീയമായി ഇന്ത്യ നിർത്തിവെച്ചതിൽ ട്രംപ് ക്ഷുഭിതനാണെന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ട്രംപ് വെമ്പൽ കൊള്ളുന്നെന്നും ട്രംപിനോട് പിണങ്ങാതെ തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യം ട്രംപിനെ ബോധ്യപ്പെടുത്താൻ ട്രംപിൻ്റെ ഉറ്റ സുഹൃത്തായ അതേസമയം മോദിയുടെ സുഹൃത്തുമായ നെതന്യാഹുവിൻ്റെ സഹായം തേടിയതാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും വളരെ ശ്രദ്ധേയമായ ഒരു നയതന്ത്ര നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു. അതേസമയം ഈ സന്ദർശനത്തിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ചരിത്രപരമായ പല കരാറുകളിലും ഒപ്പുവയ്ക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ശാസ്ത്രീയമായി കൃഷി നടത്തുന്ന രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേൽ മരുഭൂമിയെ കൃഷിയിടങ്ങളാക്കി മാറ്റിയ രാജ്യമാണ്. ഇന്ത്യയിൽ ട്രോപ്പിക്കൽ കാലാവസ്ഥ ആയതുകൊണ്ട് കൃഷിയുടെ സാധ്യത അനന്തമാണ്. ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യയോടെ ഇന്ത്യയുടെ കൃഷിയുടെ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള ചരിത്രപരമായ കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. സാങ്കേതിക വിദ്യ, നിർമ്മിതി ബുദ്ധി, തൊഴിൽ, പ്രതിരോധം തുടങ്ങിയ പല മേഖലകളിലും ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പുതിയ കരാറുണ്ടാകുമെന്നും ഇന്ത്യ ഇസ്രായേൽ സമഗ്ര വ്യാപാര കരാറിന് തുടക്കമിടുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ പ്രതിരോധ രംഗത്തെ സഹകരണം ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യ ഇസ്രായേലിൻ്റെ സഹായത്തോടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നീക്കം നടത്തുന്നു എന്നാണ് റിപ്പോർട്ട്. റഷ്യയുടെ S-400 ആണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സുപ്രസിദ്ധമായ അയൺ ഡോം കൂടി ഇന്ത്യ കരസ്ഥമാക്കുന്നു എന്നാണ് റിപ്പോർട്ട്. റഡാറും മിസൈലുകളും എല്ലാം ചേർന്ന അല്പം ചെലവ് കൂടുതലാണെങ്കിലും ശത്രുവിൻ്റെ എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും റോക്കറ്റുകളെയും ഒക്കെ തടയാൻ കഴിയുന്ന അയൺ ഡോം ഇന്ത്യക്ക് നൽകാൻ ഇസ്രായേൽ സന്നദ്ധത കാണിച്ചിട്ടുണ്ടെന്നും കേവലം അയൺ ഡോമിൽ മാത്രമല്ല മധ്യദൂര മിസൈൽ പ്രതിരോധ സംവിധാനമായ ഡേവിഡ് സ്ലിം, ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനമായ ആരോ തുടങ്ങിയവയും ഇന്ത്യക്ക് കൈമാറിയേക്കുമെന്നാണ് റിപ്പോർട്ടുകളെ. അങ്ങനെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനവും ഉണ്ടായേക്കും. ഇതൊന്നുമല്ല അതിൻ്റെ വിചിത്രമായ സംഗതി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ അടിസ്ഥാനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കുകയാണ് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇന്ത്യ റഷ്യയുമായി കൂടുതൽ പ്രതിരോധ ഇടപാടുകളിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടും, ഇസ്രായേലുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെടും, അതേസമയം റഷ്യയുമായുള്ള ചങ്ങാത്തം തുടരും എന്ന സൂചന. റഷ്യയുടെ സുഖോയ് S-557 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ വാങ്ങാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. 36-നും 40-നും ഇടയിൽ S-557 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ റഷ്യയിൽ നിന്നും ഇന്ത്യ ഉടൻ വാങ്ങാനുള്ള കരാറായി എന്ന റിപ്പോർട്ടുകളുണ്ട്. 114 റഫേൽ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നതിന് ഫ്രാൻസുമായി കരാറിൽ ഏർപ്പെട്ടതിൻ്റെ പിന്നാലെ റഷ്യയുമായി അത്യാധുനിക സ്റ്റെൽത്ത് ഫൈറ്ററിന് ഒപ്പുവയ്ക്കുന്നതും ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കുന്നു. അമേരിക്കയുടെ F-35നോടും ചൈനയുടെ J-20യോടും കിടപിടിക്കുന്നതാണ് റഷ്യയുടെ S-557. അതായത് ഇന്ത്യ പ്രതിരോധ ഇടപാടിൻ്റെ കാര്യത്തിൽ ഒരു രാജ്യത്തിൻ്റെയും വാക്ക് കേൾക്കാൻ ഒരുക്കമല്ല. വ്യാപാര കരാറും മറ്റും ഉണ്ടാവാം, എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ ഇടപാടുകൾ
സ്വതന്ത്രമാണ്. അത് റഷ്യയിൽ നിന്നും വാങ്ങും, ഫ്രാൻസിൽ നിന്നും വാങ്ങും, ഇസ്രായേലിൽ നിന്നും വാങ്ങും, അമേരിക്കയിൽ നിന്നും വാങ്ങും. അതിലാരും ഇടപെടരുത് എന്ന സന്ദേശം കൂടി ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്.